ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സാക്ഷി വിസ്താരത്തിനായിട്ട് രോഹിത്തിനെ കോടതി മുറിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ആദ്യമായി അർജുനെ ചോദ്യം ചെയ്യാനെത്തുന്നത് അർജുനാണ്. അർജുൻ രോഹിത്തിനോട് പഞ്ചകൈലാസത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ രോഹിത്ത് പറയുമ്പോൾ എല്ലാവരും ഒരു ഞെട്ടലോടെ അത് കേട്ടു നിൽക്കുകയാണ്. അതിനുശേഷം എന്താ ഉണ്ടായതെന്ന് അർജുൻ ചോദിക്കുമ്പോൾ തന്നെ ആരൊക്കെയോ ചേർന്ന് രക്ഷിച്ചെന്നും അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഞാൻ രാച്ചിയമ്മ എന്ന് പറയുന്നൊരു സ്ത്രീയുടെ കുടിലിലായിരുന്നു. അടിവാരത്ത് സെറ്റിൽമെന്റ് കോളനിയിലുള്ള ഒരു കുടിലാണത്. അവരാണ് എന്നെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഇത് കേൾക്കുന്ന അർജുൻ ചോദിക്കുകയാണ്, എന്നിട്ടും നിങ്ങൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ? അതിനുള്ള ആരോഗ്യം എനിക്കുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ആകില്ലായിരുന്നു. പിന്നീട് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ വിജയൻ എന്ന് പറയുന്ന ഒരാള് എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന് അർജുൻ പറയുന്നു. ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ പറഞ്ഞു വിട്ടിട്ടാ അയാള് എന്നെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തതെന്നാ അയാൾ പറഞ്ഞത്. ഇത് കേൾക്കുന്ന ചന്ദ്രബോസും സുസ്മിതയും ഞെട്ടലോടെ നിൽക്കുകയാണ്. എല്ലാം കേട്ടതിന് ശേഷം ഒരു പേടിയോടെ നിൽക്കുകയാണ് സുസ്മിത. ഇനി തനിക്ക് സെൻട്രൽ ജയിലിലേക്ക് തന്നെ പോകാമെന്ന് സുസ്മിത മനസ്സിൽ ഉറപ്പിക്കുന്നു. തുടർന്ന് അർജുൻ പറയുകയാണ്, സുസ്മിതയ്ക്ക് കൊലപാതക കുറ്റമൊഴിച്ച് ബാക്കി എല്ലാ കുറ്റങ്ങളും ആരോപിച്ച് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് ഞാൻ കോടതിയോട് അപേക്ഷിക്കുന്നത്. ഡിഫൻസ് ലോയറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് അമീർ വരുന്നു. തുടർന്ന് അമീർ പറയുകയാണ്, ഈ രോഹിത് പറഞ്ഞതെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകൾ മാത്രമാണ്. നമ്മൾ കഥാപുസ്തകങ്ങളിൽ ഒക്കെ കാണുന്നത് പോലെ. അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ നടക്കാനാ? ഇതൊക്കെ എനിക്ക് നടന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് രോഹിത് പറയുമ്പോൾ ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്നും കോടതിക്ക് വേണ്ടതേ തെളിവുകളാണ്. അതൊന്നും രോഹിത്തിന്റെ കയ്യിലില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ രാച്ചിയമ്മ എവിടെ? വിജയൻ എവിടെ? അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി രോഹിത് പറയുന്ന കഥകളൊക്കെ വിശ്വസിക്കൂ. എന്താ, രോഹിത്തിന് അതറിയില്ലായിരുന്നോ? തുടർന്ന് അമീർ പറയുകയാണ്, ഈ കേസില് എന്റെ കക്ഷി സുസ്മിതയല്ല കുറ്റക്കാരി. പകരം ഇയാളാണ് രോഹിത്. ഇൻഷുറൻസ് പണം തട്ടാനായിട്ട് തന്റെ മരണം സൃഷ്ടിച്ചെടുത്ത സുകുമാരക്കുറുപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലും വലിയ വില്ലനാണ് ഈ നിൽക്കുന്ന രോഹിത് മോഹൻ. വളരെ വ്യക്തമായി പലരും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഇത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഇരിക്കുന്ന ഒരു സ്ത്രീ. ഇത്രയും പറഞ്ഞ് അമീർ പത്മാവതി അമ്മയെ ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ മാസങ്ങളോളം കാണാതിരുന്ന സ്ത്രീ, അവനെ ഓർത്ത് കണ്ണീര് കുടിച്ചെന്ന് പറയുന്ന സ്ത്രീ, ആ അമ്മയുടെ കണ്ണില് കണ്ണീരിന്റെ ഒരു നനവെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? പത്മാവതി അമ്മേ, അഭിനയം പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്, അതെ പൂർത്തിയാക്കണം. സ്ഥലം എസ് ഐ ചന്ദ്രബോസിനെ സാക്ഷി വിസ്താരത്തിനായി അനുവദിക്കണമെന്ന് പറയുകയാണ് അമീർ. അതൊന്നും പറ്റില്ലെന്ന് അർജുൻ പറയുമ്പോൾ അതിനെ കോടതി എതിർക്കുകയാണ്. അങ്ങനെ ചന്ദ്രബോസിനെ ചോദ്യം ചെയ്യാൻ അമീറിന് അനുമതി നൽകുകയാണ് കോടതി. തുടർന്ന് അമീർ ചോദിക്കുകയാണ്, സുസ്മിതയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ പോലീസുകാരൊക്കെ സുസ്മിതയോട് എങ്ങനെയാ പെരുമാറിയത്? ഇത് കേൾക്കുന്ന ചന്ദ്രബോസ് പറയുകയാണ്, നിർബന്ധിച്ച് അവളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. സ്മിത നുണ പരിശോധനയില് കൃത്രിമം കാണിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ആ ഗുളികയുടെ സ്ട്രിപ്പ് ആരാണ് കണ്ടെത്തിയതെന്ന് അമീർ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ്, അത് പിന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അർജുനാണ് കണ്ടെത്തിയത്. അദ്ദേഹമാണ് അത് നിരോധിത മരുന്നാണെന്ന് പറഞ്ഞതും. തുടർന്ന് സുസ്മിത കഴിച്ചത് നിരോധിത മരുന്നല്ല, അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു പേപ്പർ കോടതിയിൽ ഏൽപ്പിക്കുകയാണ് അമീർ. തുടർന്ന് ആ റിപ്പോർട്ട് തുറന്നിട്ട് ജഡ്ജി പറയുകയാണ്, ഇത് നിരോധിത മരുന്നൊന്നുമല്ല, തലവേദനയ്ക്ക് കഴിക്കുന്ന പാരസിറ്റമോൾ ആണ്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ചന്ദ്രബോസും സുസ്മിതയും ഒരു ചിരിയോടെ പരസ്പരം നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.